ഹായ്, വില്ലേജ് സ്പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ നമ്മുടെ ഐറ്റം എന്ന് പറഞ്ഞത് അത് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരു 1/2 കിലോ കൊച്ചുള്ളി, 3 കോഴിമുട്ടയും കൊണ്ട് നമുക്ക് ചപ്പാത്തിക്കോ ചോറിൻ്റെയൊക്കെ കൂടായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു സൈഡ് ഡിഷാണ് നമ്മളിത് ചെയ്യുന്നത്. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും, അതിന് യാതൊരു സംശയമില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ സാധാരണ രാവിലത്തെ കറികളെന്നൊക്കെ പറഞ്ഞാൽ അറിയാമല്ലോ. പക്ഷേ ഇത് തികച്ചും വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു ഐറ്റം തന്നെയാണ്. തീർച്ചയായിട്ടും മുതിർന്നവർക്കും കുട്ടികൾക്കും ഒക്കെ ഇഷ്ടപ്പെടും. ഞാൻ ഒരു 1/2 കിലോ കൊച്ചുള്ളി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടായിട്ട് മുറിക്കേണ്ട കാര്യമില്ല. ഇങ്ങനെ തന്നെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് വൃത്തിയാക്കി എടുക്കുക എന്നുള്ളതാണ് ആദ്യത്തെ നമ്മുടെ എൻട്രി. അപ്പോൾ 1/2 കിലോ ഉള്ളി നമ്മൾ പൊളിച്ച് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഇത് കഴുകി വൃത്തിയാക്കിക്കൊണ്ട് വന്നിട്ട് എങ്ങനെയാണ് റെഡിയാക്കുന്നത് നോക്കാം. ഇപ്പോൾ ഉള്ളിയൊക്കെ കഴുകി അടുപ്പൊക്കെ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെയാണ് അത് ചെയ്യുന്നത് നോക്കാം. അടുപ്പൊന്ന് കത്തിച്ച ശേഷം ഞാൻ ഇതേപോലെ ഒരു കടായിയാണ് അങ്ങോട്ട് വെക്കുന്നത്. കടായി ഒന്ന് ചൂടായതിനു ശേഷം നമുക്ക് ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. 2 ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണ ഒന്ന് ചൂടായതിനു ശേഷം നമുക്കൊരല്പം കടുക് ഇട്ട് കൊടുക്കാം. ഒരല്പം കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും നമുക്കൊരു 1/4 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം, നല്ല ജീരകം അതും ഇട്ട് കൊടുക്കുക. ഇപ്പോൾ കടുകും ജീരകമൊക്കെ റെഡി ആയതിനു ശേഷം ഒരു 2 ടീസ്പൂൺ അളവ് വെളുത്തുള്ളി ഇതേപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കുക. അങ്ങോട്ട് ഇപ്പം നമുക്ക് ഉള്ളി 1/2 കിലോ ഉണ്ട്, ഞാൻ അതുകൊണ്ടാണ് ഇത്ര എടുത്തിരിക്കുന്നത്. ഇപ്പം ഉള്ളി കുറച്ചാണെങ്കിൽ അതനുസരിച്ചൊക്കെ വെളുത്തുള്ളി ഇതൊക്കെ എടുത്താണ്. ഈ വെളുത്തുള്ളിയൊക്കെ ഒന്ന് മൂക്കണം. ഇപ്പം വെളുത്തുള്ളിയൊക്കെ ഇതേപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് പൊടിച്ച് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഈ ഉള്ളി അങ്ങോട്ട് ഇട്ട് കൊടുക്കും. ഇനി ഒന്ന് ഇളക്കി കൊടുക്കും. കൂട്ടത്തിൽ ഒരു 2 തണ്ട് കറിവേപ്പില അതുകൂടെ ഇട്ടു. ഇനി ഒന്ന് ഇളക്കി ആദ്യമേ തന്നെ നമുക്ക് ഈ ഉള്ളിയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കും. 2 പച്ചമുളക് ഒന്ന് കീറി അങ്ങോട്ട് ഇടാം. എരിവ് പാകത്തിന് വേണം കേട്ടോ. 2 പച്ചമുളക് എടുത്തിട്ടുള്ളൂ. ഇനി അതുകൂടെ കൂട്ടി എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കും. ഇപ്പോൾ ഉള്ളിയൊക്കെ വഴറ്റി വരുന്നുണ്ട്. ചെറിയ 2 തക്കാളിയും കൂടെ അങ്ങോട്ട് കൊടുക്കുക. അതുകൂടെ അങ്ങോട്ട് അരിഞ്ഞ് 4ആയിട്ട് അങ്ങോട്ട് മുറിച്ചങ്ങോട്ട്. അതുകൂടെ കൂട്ടിയൊന്ന് ഇളക്കി കൊടുക്കും. തക്കാളിയൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പ് പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതിനകത്ത് വെള്ളമൊന്നും നമ്മൾ ഒഴിച്ചിട്ടില്ല. ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കിയിട്ട് നമുക്കിനി ഒന്ന് അടച്ചു വെക്കാം. ഇപ്പം നല്ലപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം ഒരു 3 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കുകയാണ്. അതിന് ശേഷം നമുക്ക് തുറന്നു നോക്കാം. ഇപ്പോൾ ഏകദേശം ഒരു 3 മിനിറ്റായി. അപ്പം നമ്മുടെ തക്കാളി ഉള്ളിയൊക്കെ ഒന്ന് വെന്ത് കാണും എന്ന് തോന്നുന്നു. ഏതായാലും തുറന്നു നോക്കാം. ഒന്ന് ഇളക്കി നോക്കട്ടെ. ഇപ്പോൾ ഏകദേശം എല്ലാം ഒന്ന് വെന്തിട്ടുണ്ട്. അപ്പോൾ ഈ ഉള്ളിയൊക്കെ ഉണ്ടല്ലോ, ഒരുപാട് വെന്തങ്ങ് ഉടയണ്ട, ഈ ഒരു രീതിക്ക് തന്നെ മതി. പക്ഷേ ഉള്ളി വേകണം. ഇത് നമുക്ക് കുറച്ച് പൊടികളൊക്കെ ചേർക്കണം. ഇത് ഇങ്ങനെ ഒന്ന് ഭാഗം മാറ്റിയിട്ട് തീ കുറച്ച് വെച്ച് നമുക്ക് ആ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ആദ്യമേ തന്നെ നമുക്ക് 1 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അതേപോലെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ പെരുംജീരകപ്പൊടി. അപ്പോൾ ഈ 3 പൊടികൾ ചേർത്ത ശേഷം ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുക.
ഇനി ഇതെല്ലാം കൂടെ കൂട്ടി ഒന്നെടുക്കാം. അപ്പോൾ നമ്മുടെ പൊടികളുടെയൊക്കെ പച്ചച്ചവയൊക്കെ ഒന്ന് മാറിയ ശേഷം ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി ചെയ്തുകൊണ്ട് ഈ ഒരു രീതിക്ക് ഒന്ന് മിക്സ് ചെയ്തെടുക്കും. ഇനി ഇത് ഇങ്ങനൊന്ന് വാങ്ങഞ്ഞ്, ഇപ്പോൾ എണ്ണ കുറവായിട്ടാണ് തോന്നുന്നത്, അപ്പോൾ ഒരല്പം എണ്ണ ഇങ്ങോട്ട് ഒഴിച്ച് കൊടുക്കാം. തീ കുറച്ച് വെച്ചതിന് ശേഷം നമുക്ക് ഈ കോഴിമുട്ട പൊട്ടിച്ച് ഇതിൻ്റെ അകത്തോട്ട് വയ്ക്കും. ഒരല്പം ഉപ്പുപൊടി ഇങ്ങനെ ഈ മുട്ടയുടെ മുകളിലോട്ട് തൂത്ത് കൊടുക്കുക. ഇനി ഒരല്പം കുരുമുളക് പൊടി, കാര്യം എരിവ് വലിയതായിട്ട് ഇല്ലല്ലോ, ഒരല്പം കുരുമുളക് പൊടി നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതൊന്ന് ഞാൻ അടച്ചു വെക്കുകയാണ്. ഈ മുട്ട ഒന്ന് വേകട്ടെ. ഒരല്പസമയമായി നമ്മളൊന്ന് മൂടി വെച്ചിരിക്കുകയായിരുന്നു മുട്ട ഒന്ന് വേകാനായിട്ട്. തുറന്നു നോക്കാം. ഇതുണ്ട്, നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പം തീ കുറച്ച് വെച്ചിട്ട് വേണം ഇതൊക്കെ ചെയ്യാൻ കേട്ടോ. ഇങ്ങനെ നടത്തി ഇനി ഇത് എല്ലാം കൂടെ കൂട്ടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചപ്പാത്തിക്കോ ചോറിൻ്റെയൊക്കെ കൂടെ ഒരു സൈഡ് ഡിഷാണ് ഞാൻ ആദ്യം പറഞ്ഞില്ലേ, ആ രീതിക്കാണ് അത് ചെയ്തിരിക്കുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ. ഒരുപാട് സമയം കൊടുക്കുക, നല്ല രീതിയിൽ തന്നെ അത് ചെയ്തിട്ടുണ്ട്. ഇനി ഇതങ്ങ് നിർത്താം. ഇപ്പം നമ്മൾ മുട്ട എടുക്കുമ്പോഴത്തേക്കും ആവശ്യത്തിന് എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പം നമുക്ക് ഇതൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇപ്പം ഇത് ഞാനീ ഒരു ചപ്പാത്തി എടുത്തിട്ടുണ്ട്. ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് കറിയൊന്നുമില്ല, അപ്പം ഇത് കൂട്ടി കഴിക്കാമല്ലോ. ശരിക്കും പറഞ്ഞാൽ ഇതേപോലെ കൊച്ചുള്ളി മുട്ടയൊക്കെ വെച്ച് റെഡിയാക്കിയിട്ട് ഇതുപോലെ ചപ്പാത്തിക്കകത്തോട്ട് അങ്ങോട്ട് പൊതിഞ്ഞ് റോളാക്കിയിട്ടൊന്ന് കഴിച്ചു നോക്കും. എന്നാൽ അപാര ടേസ്റ്റാണ് വരും. ഒരു രസമില്ല കേട്ടോ. ഞാൻ ചെയ്തിട്ട് പറയല്ല, നിങ്ങൾക്കത് ഇഷ്ടപ്പെടുമെന്നുള്ള ഉറപ്പ് കാര്യം. കാര്യം ഞാനിത് കഴിച്ചപ്പോൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. നല്ല ടേസ്റ്റുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞാൽ ഒരു സൈഡ് ഡിഷായിട്ടും അതും അല്ലെങ്കിൽ ഒരു പലഹാരമൊക്കെ ആയിട്ട് കഴിക്കാം. കാര്യം എന്താ, ചപ്പാത്തി ഉപ്പും പല വീടുകളിൽ ചിലപ്പോൾ ഉണ്ടാക്കിയിട്ട് ബാക്കിയൊക്കെ വരും. അപ്പോൾ അത് കളയാതിരുന്നാൽ ചായയുടെ കൂടെ ഒരു കടിയായിട്ടും ഇത് കഴിക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. തീർച്ചയായിട്ടും എനിക്കിഷ്ടപ്പെട്ടു, നിങ്ങൾക്കും അത് ഇഷ്ടപ്പെടുമെന്നുള്ള ഉറപ്പ് കാര്യം. ഒരു പ്രാവശ്യമെങ്കിലും ചെയ്ത് നോക്കും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റം തന്നെ. ഇനി ഒരു കാര്യം കൂടെ, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, ഇടയ്ക്ക് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. കൊടുത്ത് ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാനും മറക്കല്ല. വേറെ വീഡിയോ പെട്ടെന്ന് വരാം. ബായ്.